Hello, my dear students. Current electricity Ohm's law ആണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. Ohm's law ഡിസ്കസ് ചെയ്യുമ്പോൾ proportionality constant റെസിസ്റ്റൻസും കണ്ടക്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ടോപ്പിക് ആണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. Ohm's law ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ടോപ്പിക് കൂടി ക്ലിയർ ചെയ്തതിനു ശേഷം Ohm's law ഡെറിവേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. Resistivity എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So what is resistivity? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, when the length increases, resistance of the conductor increases. When the area of cross section increases, resistance of the conductor decreases. അതായത് ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടി വരും. അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. ഈ കൺസെപ്റ്റ് നമുക്ക് ഹൈസ്കൂൾസിലൊക്കെ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നമുക്ക് R is proportional to L/A എന്ന് കൊടുക്കാം. L is known as length of the conductor. R proportional to L/A. L is known as length of the conductor and A is known as area of cross section. So this equation says that L increases, resistance increases. That is directly proportionality. And when area of cross section increases, resistance decreases. This inverse proportionality. So R proportional to L/A. So R is equal to rho L/A, where rho is called resistivity of the conductor. അപ്പോൾ ആ equation നമുക്ക് കിട്ടി R equal to rho L/A എന്ന് കിട്ടി. From that equation, rho is equal to RA by L. So ഇതാണ് resistivity എന്ന് പറയുന്നത്. So what is resistivity? Resistivity of a conductor is the resistance of the conductor having unit length and unit area of cross section. അപ്പോൾ യൂണിറ്റ് ലെങ്ത് ഒരു 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റിവിറ്റി is the property of the material and is independent of the dimension. ഓരോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ ലെങ്തിനോ ഏരിയയോ ഡിപെൻഡ് ചെയ്യുന്നില്ല. കാരണം because we consider the dimension while deriving resistivity. Resistivity derive ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ഡയമെൻഷൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെയാണ്. അതായത് കോപ്പർ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല അലുമിനിയത്തിൽ ഉണ്ടാവുക, അലുമിനിയത്തിൽ റെസിസ്റ്റിവിറ്റി ആയിരിക്കില്ല സ്റ്റീലിൽ ഉണ്ടാവുക. അതായത് ഓരോ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. For example, 1 meter copper wire and 100 meter copper wire both have same resistivity. അതേപോലെ 1 meter aluminum wire, 10 meter aluminum wire both have same resistivity. But 1 meter aluminum and 1 meter copper have different resistivity. അതിനർത്ഥം ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, അതായത് ഡയമെൻഷൻസ്, ലെങ്ത്, ഏരിയ ഒന്നും എന്തിനും ഡിപെൻഡ് ചെയ്യുന്നില്ല? റെസിസ്റ്റിവിറ്റി ഡിപെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റിവിറ്റി ഡിപെൻഡ് ചെയ്യുന്നത് ആകെ രണ്ട് ഫാക്ടേഴ്സ് ആണ്. The first one is nature, that is material of the conductor, and second one is temperature. The unit of resistivity is ohm meter. Rho is equal to RA by L ആണ്. R എന്ന് പറയുന്നത് ohm ആണ്. ഏരിയ മീറ്റർ സ്ക്വയർ m സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ m. അപ്പോൾ m ക്യാൻസൽ ആവും. സോ റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ohm meter. അപ്പോൾ പൊതുവെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം, യൂണിറ്റ് നോക്കിയാൽ ഒപ്പം തന്നെ ഡയമെൻഷൻ നോക്കും. അപ്പോൾ വാട്ട്സ് ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി? നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml സ്ക്വയർ t⁻³ a⁻² ആണ്. അപ്പോൾ ഇൻറ്റു മീറ്റർ, ഓം മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത്തിന്റെ അഡീഷൻ വരണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡയമെൻഷൻ എന്താവും? ml³ t⁻³ a⁻² is the dimension of resistivity. Then what about conductivity? The inverse of resistivity is known as conductivity. So its ability of material to support the flow of electricity is known as conductivity. അതിനാണ് നമ്മൾ നോർമലി കൊടുക്കുക സ്മോൾ ലെറ്റർ സിഗ്മയാണ്. സിഗ്മ is equal to 1 by rho. So സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ m⁻⁻⁻1 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ohm⁻⁻1 m⁻⁻⁻1. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിന്റെ ഡയമെൻഷൻ റെസിസ്റ്റിവിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇറ്റ് ബിക്കം m⁻⁻1 L⁻³ t³ a². ഇറ്റ്സ് ഡയമെൻഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്നും റെസിസ്റ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം, when the length of the conductor is double, ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് ഡബിൾ ചെയ്യും. സോ വാട്ട് ഹാപ്പൻ ടു റെസിസ്റ്റൻസ് ആൻഡ് വാട്ട് ഹാപ്പൻ ടു റെസിസ്റ്റിവിറ്റി? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസ് കൂടും ബട്ട് resistivity remains same because
resistivity depends only on two factors, that is, one is material and second one is temperature. But temperature മാറുന്നതനുസരിച്ചോ അല്ലെങ്കിൽ മെറ്റീരിയൽ മാറുന്നതനുസരിച്ചോ മാത്രമേ റെസിസ്റ്റിവിറ്റി മാറുള്ളൂ, അല്ലാതെ ലെങ്ത് മാറിയാലും ഏരിയ മാറിയാലും റെസിസ്റ്റിവിറ്റി മാറില്ല. Because the resistivity is independent of the dimensions, that is length and area. It only depends on the nature, that is ഏത് മെറ്റീരിയൽ ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. And second one is temperature. So ഇതാണ് റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും. സോ ഈ രണ്ട് കൺസെപ്റ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂവ് ചെയ്യാനുള്ളത് ഓംസ് ലോയിൽ നമ്മൾ ബാക്കി വെച്ച ഡെറിവേഷൻ മാത്രമാണ്. കാരണം ഓംസ് ലോയെ കുറിച്ച് നമ്മൾ പൊതുവെ എല്ലാം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാം. ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ ആൻഡ് ദ റിലേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി. Consider a conductor of length L having uniform area of cross section capital A. When external potential difference V is applied across the ends, the electric field E develop in the conductor. അപ്പോൾ എല്ലാ ഒരു കണ്ടക്ടർ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ക്യാപിറ്റൽ എ ആണ്. ഇതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ എന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇ, the electron drifted against the field and let Vd be the drift velocity of electron. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ വെലോസിറ്റി ആണ്, that is Vd. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് the additional velocity gained by the electron in the field is applied. So Vd is known as drift velocity of electron. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷന് വേണ്ടി ആദ്യം ചൂസ് ചെയ്യുന്നത് the current to the conductor. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം, നമ്മൾ I equal to V ന അവനൊക്കെ പഠിച്ചാണ്. So I is equal to A VDEN, that is known as current is equal to V ന current is equal to അവൻ എന്നാ പഠിച്ച ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. So I is equal to A VDEN. So Vd is known as drift velocity. അപ്പോൾ Vd എന്ന് പറയുന്നത് drift velocity ആണ്. ആ drift velocity ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, E by m into tau. അപ്പോൾ ആ ഇക്വേഷൻ I is equal to A Vd ക്ക് പകരം EEm into tau EM. So on the arrange it is equal to A E square E tau n by m. So this is the current. Since the potential difference V, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും V നമ്മൾ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചാണ്, E equal to dV by dr. ആ ഇക്വേഷൻ നമുക്കറിയാം V equal to EL. Say E equal to V by L. അപ്പോൾ E ക്ക് V by L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ V by L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഓംസ് ലോയിലേക്ക് മൂവ് ചെയ്യേണ്ടത്. ഓംസ് ലോയിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് എന്താ വേണ്ടത്? ഫീൽഡ് അല്ല വേണ്ടത്, വോൾട്ടേജ് ആണ് വേണ്ടത്. ആ കാരണം കൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഇനെ വോൾട്ടേജിലേക്ക് മാറ്റി എഴുതിയത്. സോ E equal to V by L. അപ്പോൾ V L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I become A E square V tau n by m L. അപ്പോൾ I equal to ബാക്കി A E square tau n m L. ഈ ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, or V equal to m L by n E square A tau into I. So at constant temperature and for a particular conductor, the term m L by n E square A tau is a constant. അപ്പോൾ നമുക്കറിയാം V is equal to constant times I, or we can say V equal to Ri. From this expression we know that R equal to m lambda L by n E square A tau. അപ്പോൾ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓംസ് ലോ ഡിറൈവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് R ഇക്വേഷൻ കിട്ടി. So R is equal to L by n E square A tau. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം rho equal to R A by L. അപ്പോൾ R A by L എന്ന് പറയുമ്പോൾ ഈ R നെ A by L മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ it become അവിടെ L A ക്യാൻസൽ ആയി പോകും. So it become m by n E square tau. അപ്പോൾ നമുക്ക് rho ന്റെ ഇക്വേഷൻ കിട്ടി. Rho is equal to m by n E square tau. അപ്പോൾ റെസിസ്റ്റൻസിന് കിട്ടി, റെസിസ്റ്റിവിറ്റി കിട്ടി in terms of relaxation time and number of electrons per unit volume, mass and charge of electron. ഇനി അതേപോലെ റെസിസ്റ്റിവിറ്റി അറിയാമെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റിയും കാണും. കാരണം നമുക്ക് കണ്ടക്ടിവിറ്റി അറിയാം 1 by rho ആണ്. കാരണം റെസിസ്റ്റൻസ് R ആണ്, C കണ്ടക്ടൻസ് ആണ്, കണ്ടക്ടൻസ് 1 by R ആണ്, rho എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, 1 by rho ആണ് സിഗ്മ, that is conductivity. അപ്പോൾ 1 by rho ആവുമ്പോൾ it become conductivity, that is equal to n E square tau by m. അപ്പോൾ റോയും കിട്ടി, സിഗ്മയും കിട്ടി, ആറും കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ കറന്റ് ഡെൻസിറ്റി ഇക്വേഷൻ, ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇൻ ഫിസിക്സ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി J കൂടി നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ J is equal to I by A, this current density. J is equal to I by A. അപ്പോൾ I എന്ന് പറയുന്നത് ആക്ച്വലി we have equation, വീണാണ് ഇക്വേഷൻ, അവൻ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ NEAVD divided by A. So A cancel. So it become NEVD. അപ്പോൾ J is equal to NEVD എന്ന ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു.
ഇനി again drift velocity നമുക്ക് E by m into tau അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Vd സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ it become ne Vd ക്ക് പകരം E by m into tau. അപ്പോൾ ആ ഇക്വേഷൻസ് ജസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഇങ്ങനെയായി മാറും ne square tau by m into E. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ne square tau by m എന്ന് പറയുന്നത് സിഗ്മയാണ്, കണ്ടക്ടിവിറ്റി ആണ്. സോ വി ഹാവ് എൻ ഇക്വേഷൻ J equal to sigma E. So J equal to sigma E എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. So J is equal to I by A is equal to sigma E. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുൾ ആയ ഇക്വേഷൻ ആണ്. J equal to sigma E. ഈ ഇക്വേഷൻസ് ഹയർ ക്ലാസ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇലക്ട്രോ ഡൈനാമിക്സ് ഒക്കെ എടുക്കുമ്പോൾ വളരെ ഉപയോഗിക്കുന്നതാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് current density in terms of electric field J equal to sigma E, where sigma is known as conductivity of the material. രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ ഇന്നെടുത്തത് റെസിസ്റ്റിവിറ്റി ആൻഡ് ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ. അപ്പോൾ റെസിസ്റ്റിവിറ്റി പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ടു ടേംസ്, നേച്ചർ ആൻഡ് ടെമ്പറേച്ചർ. When length increases, area of cross section increases or decreases, resistivity does not depends on these physical parameters. It only depends upon the temperature and nature of the material. അതുപോലെ തന്നെ ഓംസിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, when temperature increases resistance of the conductor increases. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ ടോപ്പിക് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൺസെപ്റ്റ് ഇവിടെ എടുക്കുകയാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. സോ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി നോക്കാം. The resistivity of a conductor is approximately given by rho t is equal to rho 0 into 1 plus alpha t minus t0. അപ്പോൾ ഈ ഇക്വേഷനിൽ ഓരോ ടേംസ് എന്താ നോക്കാം. Where rho t is the resistivity at temperature T and rho 0 is the resistivity at temperature T0, that is say 0 degree Celsius, and alpha is called temperature coefficient of resistivity, the most important concept in practicals also. പൊതുവെ വൈവിക്ക് ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മീറ്റർ ബ്രിഡ്ജ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓംസിലൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് റെസിസ്റ്റിവിറ്റി. ദാറ്റ് ഈസ് ആൽഫ. റെസിസ്റ്റിവിറ്റി ബന്ധപ്പെട്ട് വരുന്ന ടേം ആണ് ആൽഫ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. എന്താണ് ആൽഫ? അതിനെക്കുറിച്ച് നോക്കാം. The value of alpha is different for semiconductors, conductors and alloys. അലോയ്സിന് ആൽഫ 0 ആണ്, സെമികണ്ടക്ടേഴ്സ് നെഗറ്റീവ് ആണ്, മെറ്റൽസിന് പോസിറ്റീവ് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ഫസ്റ്റ് കേസ് മെറ്റൽസിന്റെ കേസ് നോക്കാം. For metals, alpha, that is temperature coefficient of resistivity, is positive. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ as temperature increases, resistivity also increases. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. അതുകൊണ്ടാണ് ആൽഫ പോസിറ്റീവ്. ആ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ റോ ടി ഇൻക്രീസസ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ കൂടും. അത് എന്തുകൊണ്ടാണ് നോക്കാം. A temperature increases, the kinetic energy of the electron increases. The electron move with increased velocity, resulting in more collision. As collision rate increases, the relaxation time decreases. The tau in the denomination of the equation rho is equal to m by n e square tau. M means mass of electron and n means number of electrons per unit volume and e means charge of electron. അപ്പോൾ ആ ഇക്വേഷനിൽ ടോ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കൂടും. ടോ എങ്ങനെ കുറയാന്ന് പറഞ്ഞത്, അതായത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് അഡീഷണൽ ആയിട്ട് എനർജി ഗെയിൻ ചെയ്യും, ഫാസ്റ്റിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഫാസ്റ്റിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊളീഷൻ എണ്ണം കൂടും. കൊളീഷൻ എണ്ണം കൂടിക്കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈമിന്റെ സമയം കുറയും. അതായത് കൊളീഷൻ എണ്ണം കൂടിക്കഴിഞ്ഞാൽ രണ്ട് കൊളീഷൻ ഇടയിലെ സമയം കുറയും. അപ്പൊ ടോ കുറയും. ടോ കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്താവും? കൂടും. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ടാണ് മെറ്റലിന്റെ കേസിൽ, കണ്ടക്ടറുടെ കേസിൽ എന്ത് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടാൻ കാരണം. ഇൻ കേസ് ഓഫ് മെറ്റൽസ്, when temperature increases, resistivity also increases. For alloys like nichrome, etc., alpha is approximately 0. That means temperature has a small effect on resistivity. ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി വലിയ മാറ്റം വരില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോയ്സ് ഉപയോഗിക്കാൻ കാരണം അലോയ്സ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി ഒരുപാട് മാറില്ല, റെസിസ്റ്റൻസും മാറില്ല. എല്ലാം നമ്മൾ നോർമലി ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി വരും. കാരണം റെസിസ്റ്റിവിറ്റി കൂടി റെസിസ്റ്റൻസ് കൂടും. ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി അലോയ് വയേഴ്സ് ഉപയോഗിക്കാൻ കാരണം.
അപ്പോൾ ഈ അലോയ് വയേഴ്സിൽ മോസ്റ്റ്ലി എന്താവും ടെമ്പറേച്ചർ കൂടിയാലും ഓൾമോസ്റ്റ് എന്താവും റെസിസ്റ്റിവിറ്റി എന്താവും കോൺസ്റ്റന്റ്. അപ്പോൾ അതിന്റെ വാല്യൂ 0 ആണ് ഇപ്പോൾ പറയാനായിട്ട് അപ്രോക്സിമേറ്റ്ലി 0. there is a change for that. ചെറുതായിട്ട് കൂടും, പക്ഷെ എന്തെങ്കിലും കണ്ടക്ടർ കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും കൂടില്ല. ഇൻ കേസ് ഓഫ് സെമികണ്ടക്ടേഴ്സിന്റെ കേസിലാണ് ശ്രദ്ധിക്കേണ്ടത് ആൽഫ ഇസ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് when temperature increases resistivity decreases. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, സീറോ ഉണ്ടാവും. കാരണം ആൽഫ പോസിറ്റീവ് ഫോർ കണ്ടക്ടേഴ്സ് ആൻഡ് ആൽഫ സീറോ ഫോർ അലോയ്സ് ആൻഡ് ആൽഫ നെഗറ്റീവ് ഫോർ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിങ്ങനെയാണ് ആ ഗ്രാഫ് വരിക. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഗ്രാഫ് ഒറ്റ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഗ്രാഫ് is belongs to the conductors. Conductors റെസിസ്റ്റിവിറ്റി കൂടും ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ. അതാണ് ടെമ്പറേച്ചർ എക്സ് ആക്സിലാണ്. എക്സ് ആക്സിൽ കൂടുന്നതനുസരിച്ച് ഡ്രാസ്റ്റിക് പെട്ടെന്ന് കൂടുകയാണ്. വേഗം റെസിസ്റ്റിവിറ്റി കൂടിക്കൊണ്ടേ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കണ്ടക്ടേഴ്സ് എന്തെയും റെസിസ്റ്റിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് മനസ്സിലാവുന്നത്. സെക്കൻഡ് ഗ്രാഫിൽ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ കേസ് ഓഫ് അലോയ്സ്. പ്രാക്ടിക്കൽ സെൻസിൽ അറിയാം റെസിസ്റ്റിവിറ്റി അവിടെയും കൂടും. പക്ഷെ തിയററ്റിക്കൽ പറയുമ്പോൾ നമുക്ക് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കാം. ബട്ട് പ്രാക്ടിക്കൽ സെൻസിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വരിക, ചെറുതായിട്ട് എന്തെങ്കിലും കൂടി വരും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അലോയ്സിൽ കൂടും. പക്ഷെ നമ്മൾ തിയററ്റിക്കൽ ബേസ് പറയുമ്പോൾ എപ്പോഴും പറയാം ടെമ്പറേച്ചർ ഇൻക്രീസസ് there is no change for the resistivity എന്നാണ് പറയാം. അതാണ് സെക്കൻഡ് ഗ്രാഫ്, അലോയിന്റെ ഗ്രാഫാണ്. ആൻഡ് തേർഡ് ഗ്രാഫ് ഈസ് ഫോർ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും അവിടെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരികയാണ്. അഡീഷണൽ എനർജി സപ്ലൈ ചെയ്യുമ്പോൾ കണ്ടക്ടേഴ്സിൽ കൊളീഷൻ റേറ്റ് കൂടുന്നു, റിലാക്സേഷൻ ടൈം കുറയുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ് നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന്റെ പമ്പിങ് കൂടുകയാണ്. ആ ഒരു മെയിൻ റീസൺ കൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സെമി കണ്ടക്ടർ കണ്ടക്ഷൻ കൂടുന്നത്. അതാണ് റെസിസ്റ്റിവിറ്റി താഴേക്ക് ഡൗൺ ചെയ്യാൻ കാരണം. അപ്പൊ ഈ 3 ഗ്രാഫ് നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. റെസിസ്റ്റിവിറ്റി ഇൻ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് ആൽഫ പോസിറ്റീവ് ആണ്, അലോയ്സ് 0 ആണ് ആൻഡ് സെമി കണ്ടക്ടർ നെഗറ്റീവ് ആണ്. ആൽഫ പോസിറ്റീവ് ഇൻ സെൻസ് when temperature increases resistivity also increases in case of conductors. In case of alloys when temperature increases resistivity remains same. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. is approximately equal to 0 എന്ന് പറയുന്നത് in practical sense it slightly increases. In case of semiconductors when temperature increases resistivity decreases. ഇത്രയാണ് റെസിസ്റ്റിവിറ്റിയെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും ഓംസ് ലോനെ കുറിച്ചും പറയാനുള്ളത്. ലാസ്റ്റ് ഈ വീഡിയോയോട് കൂടി ഓംസ് ലോനെ കുറിച്ചും റെസിസ്റ്റിവിറ്റിയെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും കണ്ടക്ടിവിറ്റിയെ കുറിച്ചും കണ്ടക്ടൻസിനെ കുറിച്ചും ഒക്കെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ആണ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞത്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. താങ്ക് യു ഫോർ വാച്ചിങ്.